ടീച്ചർ കഥ പറയുമ്പോ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അല്ലെ. ജൂലൈ 5 ബഷീർ ദിനമാണ് അല്ലെ. എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ്. അപ്പൊ നമ്മൾ അന്ന് ബഷീർ ദിനമായി ആചരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ബഷീറിന്റെ ഒരു ചെറു കഥ പരിചയപ്പെടുത്താം. കഥകളുടെ ഇഷ്ടല്ലേ പറയട്ടെ. പറയാൻ പോകുന്ന ആ കഥയുടെ പേരാണ് തേന്മാവ്. എല്ലാവരുടെ കയ്യിൽ നോക്കിയേ തേന്മാവിന്റെ നോക്കിയേ. ആ ഒരു കഥയുടെ പേര് നിങ്ങളുടെ കയ്യിലുള്ള തേന്മാവ് അത് എഴുതിയതാരാ? ബഷീർ. ടീച്ചർ ആ കഥയിലേക്ക് കിടക്കാം. കഥ പറയട്ടെ. ഒരു ദിവസം ബഷീർ തന്റെ അയൽവാസിയായ റഷീദിന്റെ വീട്ടിലേക്ക് പോയപ്പോ റഷീദിന്റെ മകൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഒരു പാത്രം നിറയെ മാമ്പഴം, നല്ല മധുരമുള്ള മാമ്പഴം അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. അദ്ദേഹം ആ മാമ്പഴം രുചിയോടെ കഴിച്ച് അദ്ദേഹം പുസ്തകത്തിനിടയ്ക്ക് വെക്കുന്നേ അല്ലേ? അതേപോലെ ആര് വെക്കും? രാജാമണിയൊക്കെ വെക്കും. അപ്പൊ ബഷീറിനെ ഇത് കൊടുത്ത് മൈത്രി കൊടുത്ത് പറഞ്ഞ് പുസ്തകത്തിൽ വെക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ ബഷീർ തിരിച്ചെല്ലാം കൊടുക്കണ്ടേ? ബഷീർ പറഞ്ഞു എന്റെ വീട്ടില് 3 ആനകളുണ്ട്. ഞാൻ ആനയുടെ വാലിൽ നിന്ന് രോമം മുറിച്ചു കൊണ്ടുവരും. ആനമാൻ മുതലൊക്കെ ഉണ്ടാക്കും. മുതലും രോമം മുറിച്ചിട്ട് കൊണ്ടുതരാൻ. ബഷീറിന്റെ വീട്ടിൽ 3 ആനകളുണ്ട്. ഒരു കൊമ്പനാനയും 2 പിടിയാനയും. ബഷീർ പറഞ്ഞു അപ്പൊ ബഷീർ എന്ത് ചെയ്യുന്ന കുട്ടികളോട് ഏറ്റവും ഞാൻ ആനയുടെ പറയുന്നത് പോലെ എന്റെ ഇപ്പൊക്കെ ആനയിലായിരുന്നു. വലിയൊരു കൊമ്പൻ ആന പറയുന്ന കുഞ്ഞു പാക്കുന്നതിന് ഉമ്മയുണ്ട്. കുഞ്ഞുകാച്ചു വേണ്ടി വട്ടനടി വേണ്ടി മോളാണ് കുഞ്ഞു പാത്രം. ആരാണ്? കുഞ്ഞു പാത്രം നല്ല സുന്ദരിയാണ്. നിങ്ങളെ പോലെ തന്നെ നല്ല സുന്ദരിയാണ്. പക്ഷേ കവിളൊരു മാറുണ്ട്. മാറുകളെ സുന്ദരിയായ കുഞ്ഞുപാത്രത്തിന്റെ കഥയാതിരി പറയുന്നത് എന്റെ ഇപ്പൊക്കെ ആനയുണ്ടാകുന്നു പറയുന്ന പുസ്തകത്തിൽ പറയുന്നു. ഇതിൽ കുറെ അധ്യായങ്ങളായിട്ടാണ് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നത്. കഥയുടെ ചുരുക്കം മാത്രമേ ടീച്ചർ പറഞ്ഞു തരുള്ളൂ. എന്തുകൊണ്ട് ബാക്കി കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ കുഞ്ഞുപാത്രമാ വലിയ പണക്കാരന്റെ മകളാ. ഇങ്ങനെ പണക്കാരന്റെ മകളാന്ന് മനസ്സിലാവുക? എപ്പോഴും നിറയെ സ്വർണ്ണമാലകളെ കുറിച്ചാണ് ആര് നടക്കുക? കുഞ്ഞുപാത്രം നടക്കുക. കുഞ്ഞുപാത്രത്തിന് ഉമ്മയുണ്ട്. നോമാല പേര് കുഞ്ഞുതാച്ചമ്മ. കുഞ്ഞുതാച്ചമ്മയാണല്ലോ എപ്പോഴും എന്താ ചെയ്യാം? മെതിയടി അധികം. ബഷീറിന്റെ സഹോദരി പാത്തുമ്മയുടെ ആടാണ് ഇതിലെ പ്രധാന കഥാപാത്രം അല്ലേ? ഇത് എന്തൊക്കെയാ ചെയ്യലേ? അദ്ദേഹത്തിന്റെ ജോലി എന്താ പറയാ? കുശിനിക്കാരനാ. കുശിനിക്കാരൻ പറഞ്ഞാല് കുക്ക്. ഭക്ഷണം പാകം ചെയ്യലാണ് ജോലി. പക്ഷെ എന്താണ്? ഒന്നും അറിയില്ല. വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ എന്താ ജോലി? പാചകം ചെയ്യും, പിന്നീട് അത് കഴിക്കും, കിടന്നുറങ്ങും, പിന്നെ രാവിലെ ഇതേപോലെ ആ ജോലിയിൽ ചെയ്യും. അങ്ങനെ മാത്രമാണ് എന്ത് അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പൊ ഇദ്ദേഹത്തിന് 24 വയസ്സായാലാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. മുക്ക് നീളം വെച്ച് പൊക്കിള് വരെ എത്തി. പൊക്കിള് വരെ മുക്ക് നീളം വെച്ചു. നല്ല
പാട് തോണി തുഴയണ തോട് അത് വീണ് പോയതൊരേട് തോണി തുഴയണ തോട് അത് വീണ് പോയതൊരേട് ആ ഏട് തിരയാനോടി നമ്മൾ ചാടി വീണൊരു നാള് ആ ഏട് തിരയാനോടി നമ്മൾ ചാടി വീണൊരു നാള് നമ്മൾ ചാടി വീണൊരു നാള് പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട് ബാല്യകാല സഖി നിറച്ച് പെറ്റുപെരുകിയ പീലി ആ വർണ്ണമാമയിൽ പീലി ആ വർണ്ണമാമയിൽ പീലി മതിലുകൾ മറകിട്ടി ക്ലാസ് തിരിച്ച മുറിയുടെ മറവിൽ പാലെങ്കും വിരിയുടെ മറവിൽ പാലെങ്കും വിരിയുടെ മറവിൽ ശബ്ദങ്ങൾ നിറഞ്ഞ് അനർഘ നിമിഷത്തിൽ ശബ്ദങ്ങൾ നിറഞ്ഞ് അനർഘ നിമിഷത്തിൽ നമ്മളന്നു കൈമാറി നമ്മളന്നു കൈമാറി നമ്മളന്നു കൈമാറി നമ്മളന്നു കൈമാറി പ്രേമഭാവത്തിൽ ജന്മദിനമന്നെന്റെ കണ്ണിൽ കരടിനൂതിയ കള്ളൻ നീ നുണയനാം പെരും കള്ളൻ നീ നുണയനാം പെരുകള്ളൻ ഉപ്പൂപ്പാക്കോരാനേണ്ടാർന്ന് എന്ന് ചൊല്ലിയ കള്ളി നീ നുണച്ചിയാം പെരും കള്ളി നീ നുണച്ചിയാം പെരുകള്ളി ഇമ്മീനെ ബല്യ അബേപ്പൂരിൻ സുൽത്താന്റെ ഇമ്മീണി ബല്യ അബേപ്പൂരിൻ സുൽത്താന്റെ കൊഞ്ചും സുഹറ നീ അന്ന്